ഫോർ എവ്രി മാൻ ഷാൽ ബെയർ ഹിസ് ഓൺ ബേർഡൻ. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഗലാത്യർക്കെതിരെ ലേഖനം 6:5. ഈ വാക്യത്തിൻ്റെ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ: വി ആർ ഈച്ച് റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ കണ്ടക്ട്. നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിന് ഉത്തരവാദികളാണ്. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വവും കണക്ക് കൊടുക്കലും ജീവിതമാകുന്ന നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. നമ്മുടെ പെരുമാറ്റം സത്യമായതും നീതിയായതും നിർമ്മലമായതുമായിരിക്കണമെന്നത് പ്രാധാന്യമർഹിക്കുന്നത് പോലെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഒടുവിലത്തെ കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരുമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. യേശു കർത്താവ് പറഞ്ഞതത്രേ, that every idle word that men shall speak, they shall give account thereof in the day of judgment. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദികൾ നാം മാത്രമാണ്. ഇതിലൊന്നിൽ തെറ്റിയാൽ അവയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടിയത് നമുക്ക് വേണ്ടി മറ്റാരുമല്ല, നാം ഓരോരുത്തരും തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നതും ചെയ്യുന്നതും എന്ന് നോക്കി അവരുടെ കുറവുകളുടെ കണക്കുകൾ എടുക്കാതെ നാം നമ്മിലേക്ക് നോക്കി നമ്മെ തന്നെ വിധിക്കുക. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. സ്വന്തം കണ്ണിലെ കോൽ കാണുവാനും അതെടുത്ത് കളയുവാനും അത്രേ നാം ആദ്യം പരിശ്രമിക്കേണ്ടിയത്. ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു 6:4. പേ കെയർഫുൾ അറ്റൻഷൻ ടു യുവർ ഓൺ വർക്ക്. സ്വന്തം പ്രവൃത്തിയിൽ സൂക്ഷ്മമായി ശ്രദ്ധ ചെലുത്തുക. നാം നമ്മുടെ പ്രവൃത്തിയെ വിലയിരുത്തേണ്ടുന്ന ഇടമത്രേ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മുമ്പിൽ. മറ്റുള്ളവരെ നോക്കി നിനക്ക് അയ്യോ കഷ്ടമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകനായ യെശയ്യാവ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ ഇങ്ങനെ നിലവിളിച്ചു. യെശയ്യാപ്രവചനം 6:5. എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മാത്രമേ നമ്മുടെ ശരിക്കുള്ള അവസ്ഥ നാം തിരിച്ചറിയുകയുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, നാം നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിനും ഉത്തരവാദികളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമാകയാൽ നമുക്കിന്നും എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.